കുട്ടികൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ 90% തെറ്റിക്കുന്ന ഒരു കാര്യമാണ് V1, V2, V3 ഫോം. അതായത് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പലർക്കും ഐഡിയ ഇല്ല. ഇത് ഒരുപോലെ എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റുമോ, യൂസ് ചെയ്താൽ പ്രശ്നമുണ്ടോ, അർത്ഥം മാറോ എന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് V1 എന്താണ്, V2 എന്താണ്, V3 എന്താണെന്ന് പഠിക്കാം. അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് ഐഡിയ എങ്കിലും നിങ്ങൾക്ക് ഈ ക്ലാസ് കാണുമ്പോഴത്തേക്ക് കിട്ടും. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഈ വീഡിയോ കാണാൻ പറ്റും. ഇതേപോലെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് കിടക്കാം. ഇവിടെ V1, V2, V3 ഫോം എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. V1 നമ്മൾ യൂസ് ചെയ്യുന്നത്, V1 ഫോം ഒരു വാക്കിൻ്റെ V1 ഫോം എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട്. ഈ V1, V2, V3 ശരിക്കും എന്താണ്? വേർബിൻ്റെ 3 ഫോമാണ്. വേർബിൻ്റെ 3 ഫോംസ് ആണ് ഈ V1, V2, V3 എന്ന് പറയുന്നത്. വേർബ് എന്താണ്? വേർബ് എന്ന് പറയുന്നത് ആക്ഷൻ വേർഡ്സ് ആണ്. അതായത് നമ്മുടെ ശരീരം കൊണ്ടും നമ്മുടെ മനസ്സുകൊണ്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് നമ്മൾ വേർബ് എന്ന് പറയുന്നത്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ക്രിയ. ഇപ്പോൾ ഉദാഹരണത്തിന് ഓടുക, ചാടുക, കളിക്കുക, അതുപോലെ തന്നെ സംസാരിക്കുക, കഴിക്കുക, അതേപോലെ ചിന്തിക്കുക, വിഷമിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും എന്താണ്? വേർബാണ്. അപ്പോൾ പല സിറ്റുവേഷനിൽ നമ്മൾ പല രീതിയിലാണ് വേർബ് യൂസ് ചെയ്യുക. വേർബ് ഇങ്ങനെ പതുക്കെ പതുക്കെ ചെറുതായിട്ട് രൂപം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. മലയാളത്തിലും അതുപോലെ തന്നെ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാണ്, ഞാൻ രാവിലെ ഭക്ഷണം കഴിക്കാറുണ്ട്. ഓക്കെ, ഇതിൻ്റെ അർത്ഥം എന്താ? ഞാൻ രാവിലെ ഭക്ഷണം കഴിക്കാറുണ്ടെന്ന് വെച്ചാൽ ഞാൻ പൊതുവെ രാവിലെ ഭക്ഷണം കഴിക്കാറുണ്ട് അല്ലേ? ഇതേ കാര്യം തന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് V2ലേക്ക് വരുമ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഭക്ഷണം കഴിച്ചു. ഇനി V3യിലോട്ട് വരുമ്പോഴോ ഞാൻ രാവിലെ, അല്ലെങ്കിൽ ഞാൻ രാവിലെ എന്നുള്ളത് വേണ്ട, സമയം അങ്ങനെ മെൻഷൻ ചെയ്യാറില്ല ഇവിടെ. സോ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ, ഇവിടെ നമ്മുടെ വേർബ് എന്താ? നമ്മുടെ ആക്ഷനെ സൂചിപ്പിക്കുന്ന വാക്ക് എന്താ? ഞാനാണോ? അല്ല. ഭക്ഷണം ഒരു ആക്ഷനെ സൂചിപ്പിക്കുന്ന വാക്കാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? അല്ല. രാവിലെ അല്ല. പിന്നെ ഇവിടുത്തെ ആക്ഷൻ സൂചിപ്പിക്കുന്ന വാക്ക് എന്താ? കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കഴിക്കുക മലയാളത്തിൽ തന്നെ നമ്മൾ എഴുതിയപ്പോഴത്തേക്ക് ഏതൊക്കെ രീതിയിൽ മാറി എന്നൊന്ന് നോക്കിക്കേ. കഴിക്കാറുണ്ട്, സ്ഥിരമായിട്ടുള്ള കാര്യം. കഴിച്ചു, ഇന്നലെയോ മുൻപ് എപ്പോഴോ നടന്നു കഴിഞ്ഞ കാര്യം. കഴിച്ചിട്ടുണ്ട്, ഈ വാക്ക് തന്നെ മലയാളത്തിൽ തന്നെ കഴിക്കാറുണ്ട്, കഴിച്ചു, കഴിച്ചിട്ടുണ്ട് എന്നായി. അതേപോലെയാണ് ഇംഗ്ലീഷിലും. ഇംഗ്ലീഷിൽ ഒരു വേർബ് സിറ്റുവേഷൻ, സമയം മാറുന്നതനുസരിച്ച് എന്ത് മാറും? രൂപം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഈ കഴിക്കാറുണ്ട് എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഈറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസ് എങ്ങനെയാണ് വരുന്നത്? ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. രാവിലത്തെ ഭക്ഷണത്തിന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ലേ പറയുന്നത്? ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്, അത്രയേ ഉള്ളൂ. ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? ഞാൻ പൊതുവെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട്. ഇനി അത് തന്നെ ഞാൻ ഇന്ന് രാവിലെ ഭക്ഷണം കഴിച്ചു എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നേരത്തെ ഇന്ന് രാവിലെ കഴിഞ്ഞു അത്. അപ്പോൾ അതെന്താവും? കഴിച്ചു എന്നുള്ളത് എയ്റ്റ് ആവും. അപ്പം ഐ എയ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഇന്ന് രാവിലെ എന്നുള്ളത് എങ്ങനെ എഴുതും? ദിസ് മോർണിംഗ്. ഐ എയ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ദിസ് മോർണിംഗ്. അപ്പോൾ കഴിച്ചു എന്നുള്ളതിന് പകരമാണ് നമ്മൾ V2 യൂസ് ചെയ്യുന്നത് അല്ലേ? ചെയ്ത് കഴിഞ്ഞു, അപ്പോൾ അവിടെ എയ്റ്റ് വരും. ഇനി ചെയ്തിട്ടുണ്ട്, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ പറയും? ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഐ ഹാവ്. ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഐ ഹാവ് വെച്ചിട്ടാണ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. സോ ഐ ഹാവ്. ഈ കഴിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നുകിൽ ഈറ്റൺ എന്ന് പറയാം. ഓക്കെ, ഈറ്റൺ എന്ന് പറഞ്ഞാൽ മതി. ഐ ഹാവ് ഈറ്റൺ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, കഴിക്കാറുണ്ട്, ഈറ്റ് എന്ന് വെച്ചാൽ പൊതുവേ ചെയ്യാറുള്ള കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ നമ്മൾ V1 ഫോമാണ് യൂസ് ചെയ്യേണ്ടത് വേർബിൻ്റെ. ഈറ്റ്, ഡ്രിങ്ക്, ജമ്പ്, സ്റ്റാൻഡ്, സിറ്റ്, ബേത്ത്. അതുപോലെ നോർമൽ ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ
ആ രീതിയിലാണ് വാക്ക് യൂസ് ചെയ്യേണ്ടത്. ഇനി ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുമ്പോഴോ, ചെയ്ത് കഴിഞ്ഞു, തീർന്നു, ചെയ്തു എന്ന് പറയുമ്പോഴോ, കഴിച്ചു എന്ന് പറയുമ്പോൾ ate. ഇനി നടന്നു എന്നാണെങ്കിൽ walked. ഇനി അതുപോലെ എണീറ്റു എന്നാണെങ്കിൽ woke up. അപ്പൊ എന്താണോ നമ്മൾ ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മൾ V2 ഫോം ആണ്, അതിന്റെ V2 ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ V2 ഫോം യൂസ് ചെയ്യേണ്ടത്. ഇനി ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴോ, ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ V3 ഫോം ആണ് യൂസ് ചെയ്യുന്നത്. കഴിച്ചിട്ടുണ്ട് എന്നാകുമ്പോൾ ഈറ്റൺ യൂസ് ചെയ്യണം, പറഞ്ഞിട്ടുണ്ട് എന്നാകുമ്പോൾ ടോൾഡ് യൂസ് ചെയ്യണം, നടന്നിട്ടുണ്ട് എന്നാകുമ്പോൾ വോക്ഡ് യൂസ് ചെയ്യണം. അപ്പം എന്താണോ വാക്ക് അതനുസരിച്ച് അതിൻ്റെ V3 ഫോം നമ്മൾ യൂസ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഒരു എക്സാമ്പിളും കൂടി നോക്കാം. പഠിക്കുക എന്നുള്ളത് നമ്മൾ എന്താ നോർമലി പറയാ, നമ്മൾ സ്റ്റഡി എന്ന് പറയാം അല്ലേ, പഠിക്കുക. ഇനി ഞാൻ പറയാണ് ഞാൻ പഠിക്കാറുണ്ട്. ഇതെങ്ങനെ പറയും ഞാൻ പഠിക്കാറുണ്ട് എന്നുള്ളത്? ഐ പഠിക്കാറുണ്ട് സ്റ്റഡി. ഇനി ഞാൻ പഠിച്ചു എന്നെങ്ങനെ പറയും? പഠിച്ചു, ഞാൻ ഇന്നലെ പഠിച്ചു, ചെയ്ത് കഴിഞ്ഞു. പഠിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ സ്റ്റഡി, പഠിച്ചു എന്ന് പറയുമ്പോൾ ഐ സ്റ്റഡീഡ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ പഠിച്ചു. ഇന്നലത്തെ കാര്യം പറയുന്നത് കൊണ്ടാണ് അവിടെ എന്ത് യൂസ് ചെയ്യുന്നത്? V2 ഫോം യൂസ് ചെയ്യുന്നത്. നടന്നു കഴിഞ്ഞു, ഒരു കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത്? V2 ഫോം ഓഫ് ദ വേർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഞാൻ ഇത് മുൻപ് പഠിച്ചിട്ടുണ്ട്, ഞാൻ ഇത് മുൻപ് പഠിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഐ ഹാവ് സ്റ്റഡീഡ് ദിസ് ബിഫോർ. ഞാനിത് മുൻപ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പഠിക്കുക എന്നുള്ളതിന് സ്റ്റഡി, പഠിച്ചു എന്നുള്ളതിന് സ്റ്റഡീഡ്, പഠിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്താ യൂസ് ചെയ്യുക? സ്റ്റഡീഡ് എന്ന് തന്നെയാണ് യൂസ് ചെയ്യുക. മിക്ക കേസിലും V2ഉം V3ഉം സെയിം ആയിരിക്കും. ഇനി അടുത്തത് വായിക്കുക. വായിക്കുക എന്നുള്ളത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പൊതുവെ പറയാ? റീഡ് എന്ന് പറയും. അപ്പം ഞാൻ വായിക്കാറുണ്ട്, ഞാൻ പുസ്തകങ്ങൾ വായിക്കാറുണ്ട് എന്ന് എങ്ങനെ പറയും? ഐ റീഡ് ബുക്സ്. ഇനി ഞാൻ പറയാണ് ഞാൻ ഇന്നലെ ഒരു പുസ്തകം വായിച്ചു, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ എപ്പോഴും നമ്മൾ പറയുന്നത്. അപ്പം കഴിഞ്ഞ മാസം ഒരു പുസ്തകം വായിച്ചു എന്ന് എങ്ങനെ പറയും? ഐ റെഡ് എ ബുക്ക് ലാസ്റ്റ് മന്ത്. അതെങ്ങനെ ശരിയാവുക? ഐ റെഡ് എ ബുക്ക് ലാസ്റ്റ് മന്ത് എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ റീഡ് എന്ന് തന്നെയല്ലേ എഴുതിയിരിക്കുന്നത്. സി റെഡിൻ്റെയും വായിച്ചു എന്നുള്ള റീഡിൻ്റെ V2 ഫോം ആയിട്ടുള്ള റെഡിൻ്റെയും റീഡിൻ്റെയും സ്പെല്ലിംഗ് ഒന്ന് തന്നെയാണ്, ഉച്ചാരണമാണ് വ്യത്യാസമുള്ളത്. സോ ഐ റെഡ് എ ബുക്ക് ലാസ്റ്റ് മന്ത്. ഇനി അടുത്തത് ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടുണ്ട്. അത് നമ്മൾ എങ്ങനെ പറയും? ചെയ്തിട്ടുണ്ട് എന്നാണ്. സോ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഐ ഹാവ് റെഡ് ദിസ് ബുക്ക്. ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടുണ്ട്. ഐ ഹാവ് റെഡ് ദിസ് ബുക്ക്. ഓക്കെ, അപ്പം അങ്ങനെയാണ് റീഡിൻ്റെ. റീഡ് വായിക്കുക, റീഡ്, വായിച്ചു, റെഡ്. അഗെയിൻ വായിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും റെഡ് എന്ന് തന്നെയാണ് വരുന്നത്. V2 ഫോമും V3 ഫോമും ഒരുപോലെയാണ്. ഉച്ചാരണമാണ് കേട്ടോ, ഉച്ചാരണമാണ് വ്യത്യാസം, സ്പെല്ലിങ് സെയിം ആണ്. ഇനി സംസാരിക്കുക എന്നുള്ളത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം? ടോക്ക് എന്ന് പറയാം, സ്പീക്ക് എന്ന് പറയാം. ഓക്കെ, നമുക്ക് ടോക്കും സ്പീക്കും എടുക്കാം. ഇനി സംസാരിച്ചു, ഞാൻ അവനോട് സംസാരിച്ചു. ഇതെങ്ങനെ പറയും? ഐ സംസാരിക്കുക എന്നുള്ളതിന് ഞാൻ അവനോട് സംസാരിക്കാറുണ്ടെന്നാണെങ്കിൽ ഐ ടോക്ക് അല്ലെങ്കിൽ ഐ സ്പീക്ക് ടു ഹിം. ഞാൻ അവനോട് സംസാരിക്കാറുണ്ട്. ഇനി ഞാൻ അവനോട് സംസാരിച്ചു എന്ന് എങ്ങനെ പറയും? സംസാരിച്ചു. സംസാരിക്കുക V1 ഫോം ടോക്ക് ആണ്. സംസാരിച്ചു V2 ഫോം എന്താ? ഐ ടോക്ഡ് അല്ലെങ്കിൽ സ്പീക്ക് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സ്പോക്ക് ടു ഹിം. ഐ ടോക്ഡ് അല്ലെങ്കിൽ ഐ സ്പോക്ക് ടു ഹിം. ഇനി അടുത്ത് ഞാൻ അവനോട് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സംസാരിക്കുക ടോക്ക് അല്ലെങ്കിൽ സ്പീക്ക്, സംസാരിച്ചു ടോക്ഡ് അല്ലെങ്കിൽ സ്പോക്ക്. സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴോ ഐ ഹാവ് ടോക്ഡ്. V3 ഫോം ടോക്കിൻ്റെ സെയിം ആണ്. അല്ലെങ്കിൽ സ്പോക്കൺ ടു ഹിം. നമുക്കൊന്ന് നോക്കാം. സംസാരിക്കുക എന്ന് പറയുമ്പോൾ ടോക്ക് അല്ലെങ്കിൽ സ്പീക്ക്, സംസാരിച്ചു എന്ന് പറയുമ്പോൾ ടോക്ഡ് അല്ലെങ്കിൽ സ്പോക്ക്. ഇനി സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ V3 ഫോം എന്താ? ടോക്ഡ് അല്ലെങ്കിൽ സ്പോക്കൺ. നമ്മളിപ്പോൾ ഒന്ന് പഠിച്ച V1, V2, V3 ഫോം ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ഒന്ന് കഴിക്കുക, ഈറ്റ്. ഈറ്റിൻ്റെ V1 ഫോം എന്താണ്? ഈറ്റ് തന്നെയാണ്. V2 ഫോം ഈറ്റ്, V3 ഫോം ഈറ്റൻ.
സിറ്റുവേഷൻസ് എല്ലാം അറിയാലോ. കഴിക്കുക, കഴിച്ചു, കഴിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് പഠിക്കുക, അതായത് സ്റ്റഡി. അതിന്റെ V1 ഫോം പഠിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ സ്റ്റഡി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പഠിച്ചു എന്ന് പറയുമ്പോഴോ V2 ഫോം എന്താ? സ്റ്റഡീഡ്. പഠിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വീണ്ടും സ്റ്റഡീഡ് തന്നെയാണ്. V3 ഫോമും സ്റ്റഡീഡ് തന്നെയാണ്. ഇനി വായിക്കുക എന്നുള്ളത് എന്താണ്? റീഡ് V1 ഫോം, റെഡ് V2 ഫോം. പക്ഷെ എന്താണ്? വായിച്ചു. സ്പെല്ലിംഗ് ആണ് സെയിം, ഉച്ചാരണം ഡിഫറെൻ്റ് ആണ്. വായിച്ചിട്ടുണ്ട് എന്നുള്ളതും റെഡ് എന്ന് തന്നെയാണ് വരിക. ഇനി അടുത്ത് സംസാരിക്കുക എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താ യൂസ് ചെയ്യുക? ഒന്നുകിൽ നമുക്ക് ടോക്ക് അല്ലെങ്കിൽ സ്പീക്ക് യൂസ് ചെയ്യാം. V2 ഫോം എന്താണ്? സംസാരിച്ചു എന്ന് പറയുമ്പോൾ എന്താണ്? ടോക്ഡ് അല്ലെങ്കിൽ സ്പോക്ക്. സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ V3 ഫോം എന്താ? ടോക്ഡ് അല്ലെങ്കിൽ സ്പോക്കൺ. സോ V1 ഫോം നമ്മൾ യൂസ് ചെയ്യുന്ന പൊതുവേ ഒരു കാര്യം ചെയ്യാറുണ്ട് എന്ന് പറയാൻ. V2 ഫോം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യം ചെയ്തു എന്ന് പറയാൻ, ചെയ്ത് കഴിഞ്ഞു എന്ന് പറയാൻ. ഇന്നലെ ആകാം, 10 മിനിറ്റ് മുന്നേ ആകാം, മെനങ്ങാന്നാകാം, കഴിഞ്ഞ വർഷം ആകാം, 100 വർഷം മുന്നേ ആകാം, പക്ഷെ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ V3 ഫോം നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് V3 ഫോം യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഈ മിസ്റ്റേക്ക് ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ദയവ് ചെയ്തത് കോമൻറ്റ് ചെയ്യുക. ഞാൻ ഉറപ്പായിട്ടത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതേപോലെ ഒരു ടീച്ചറിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണം, ഡൗട്ട്സ് ഒക്കെ ചോദിച്ച് ക്ലിയർ ചെയ്ത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയത്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മിത്രയിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ ഫോളോ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ആവശ്യമുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ signing off from English Mitra. Have a wonderful day. English Mitra. Stop worrying, start learning.